സൂപ്പർ കൺമണിയുടെ ലേറ്റസ്റ്റ് പ്രൊമോ വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ കൃഷ്ണനെ നിർബന്ധിച്ച് മാനസയുടെ അടുത്തേക്ക് കൊണ്ടുപോയതുകൊണ്ട് കൃഷ്ണന് കൺമണി കൊണ്ടുവന്ന പായസം കൊടുക്കാൻ കഴിഞ്ഞില്ല. അതുകൊണ്ട് കൺമണിക്ക് ആകെ സങ്കടമാകുകയാണ്. പിന്നീട് കൃപയുടെ മുന്നിൽ കേക്ക് കൊണ്ടുവച്ചിരിക്കുകയാണ്. എല്ലാവരും ചുറ്റും നിൽക്കുകയും ചെയ്യാണ്. കൺമണിയും അവിടെ നിൽക്കുകയാണ്. തനിക്ക് ഇഷ്ടക്കേടുണ്ടെങ്കിലും കൃഷ് സാർ സന്തോഷിക്കട്ടെ എന്ന് കരുതിയാണ് അവൾ അവിടെ നിൽക്കുന്നത്, സന്തോഷം ആക്ട് ചെയ്തുകൊണ്ട്. കേക്ക് മുറിക്കുന്നതിന് മുമ്പ് സുജ ഒരു കാര്യം പറയാണ് എല്ലാവരോടുമായി. കേക്ക് മുറിച്ചു കഴിഞ്ഞാൽ വേറൊരു സന്തോഷ വാർത്ത കൂടി എല്ലാവരോടും പറയാനുണ്ടെന്ന് പറയാണ് സുജാത. ഇത് കൃഷ്ണ ടെൻഷനാകുകയാണ് ഇത് കേട്ടിട്ട്. കാരണം സുജ പറയാൻ പോകുന്ന കാര്യം എന്താണെന്ന് അവനറിയാലോ. കൺമണിക്കും ഇത് കേട്ട് അത്ര സന്തോഷമാകുന്നൊന്നുമില്ല. അങ്ങനെ കൃപയെ കൊണ്ട് കൃഷി തന്നെ കേക്ക് കട്ട് ചെയ്യിക്കുകയാണ്. എന്നിട്ട് വായിൽ വെച്ച് കൊടുക്കുകയും ചെയ്യാണ്. ഇത് കണ്ട് എല്ലാവരോടും സന്തോഷിക്കുകയാണ്. കൺമണി സന്തോഷത്തോടെ കൈയടിക്കുകയാണ്. അങ്ങനെ എല്ലാവരും സന്തോഷിച്ചു നിൽക്കുമ്പോൾ ദേവിജി വിളിക്കുകയാണ് സാഗറിനെ. ആ കൺമണി വരച്ച ഡിസൈനിനെ ബേസ് ചെയ്ത് പുതിയ പ്രൊജക്റ്റ് അലികയ്ക്ക് കിട്ടിയെന്ന് പറയാനാണ് ദേവിജി വിളിക്കുന്നത്. ഈ പ്രൊജക്റ്റിലൂടെ അലിക അന്തർദേശീയ നിലവാരത്തിലേക്ക് എത്തുകയും ചെയ്യുമെന്ന് പറയാണ്. സാഗർ അതവിടെ അനൗൺസ് ചെയ്യാണ്. സത്യത്തിൽ കൺമണി അലികയെ രക്ഷിച്ചിരിക്കുകയാണെന്ന് പറയാണ് സാഗർ. ഇത് കേട്ട് മാനസയ്ക്ക് ആകെ അസൂയ തോന്നുകയാണ്. അവളുടെ മുഖം ആകെ വാടുകയാണ്. എല്ലാവരും സന്തോഷിച്ചു നിൽക്കുന്ന ആ സന്ദർഭത്തിൽ സാഗർ കൺമണിയെ അന്വേഷിക്കുകയാണ്. കൺമണി എവിടെയെന്ന് കൃഷ്ണനോട് ചോദിക്കുകയാണ്. കൺമണിയാണെങ്കിൽ മാനസയെ വിവാഹം ചെയ്യാൻ പോകുന്ന കാര്യം പറയുന്നത് കേൾക്കാൻ തനിക്ക് ശക്തിയില്ല എന്ന് വിചാരിച്ച് പുറത്തേക്ക് ഇറങ്ങുകയാണ്. പെട്ടെന്ന് കൃഷ് അവിടേക്ക് എത്തുകയാണ്. കൃഷ്ണനാണെങ്കിൽ ദേവജി പറഞ്ഞു കേട്ട വാർത്ത കൊണ്ട് അടക്കാനാവാത്ത സന്തോഷവും കൺമണിയാണ് അതിന് കാരണം എന്ന് കേട്ടപ്പോൾ അവളോടുള്ള അടക്കാനാവാത്ത സ്നേഹവും കൊണ്ട് കവളിൽ ഉമ്മ വയ്ക്കുകയാണ്. എന്നിട്ട് കൺമണിയെ ചേർത്ത് നിർത്തി നേരത്തെ പറയാൻ തുടങ്ങിയ കാര്യം ഐ ലവ് യു എന്ന് പറയാണ്. ഇത് കേട്ട കൺമണി ആകെ അന്ധാളിക്കുകയാണ്. ഇത് കണ്ടുകൊണ്ട് കൃത്യം ആന്റിയമ്മയും മാനസയും വരികയാണ്. ആന്റിയമ്മ ഇത് കണ്ട് ഞെട്ടുകയാണ്. ഇതെന്താണിത്, കൃഷി എന്താ ഇങ്ങനെയൊക്കെ കാട്ടുന്നതെന്ന് വിചാരിച്ച് അവർ പരസ്പരം നോക്കുകയും ചെയ്യാണ്. കൺമണിയാണെങ്കിൽ വേഗം ഒന്നും മിണ്ടാതെ അങ്ങ് പോവുകയാണ്. ഇത് കണ്ട് താൻ ചെയ്തത് തെറ്റായോ, കൺമണിക്ക് അത് ഇഷ്ടമായില്ലയോ എന്നൊക്കെ വിചാരിച്ച് പകച്ചു നിൽക്കുകയാണ് കൃഷി.